ദിവസങ്ങൾക്ക് മുൻപ് വരെ ആർത്തലച്ചൊഴുകിയിരുന്ന വെള്ളച്ചാട്ടമാണ് ഈ കാണുന്ന പാറകളിലെ ചെറുനനവായി ചുരുങ്ങിയത്. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പീരിമേടെത്തുന്നതിന് തൊട്ടു മുൻപുള്ള വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടമാണ് വരണ്ടുണങ്ങിയ പാറക്കൂട്ടമായി മാറിയത്. ഇതുവഴി പോകുന്ന യാത്രക്കാർ കൗതുകത്തോടെ നോക്കിയിരുന്ന ഒരിടമായിരുന്നു ഈ വെള്ളച്ചാട്ടം. വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം കാണുവാൻ ഇവിടെ നിർത്തിയിരുന്ന വാഹനങ്ങളിലെ യാത്രക്കാരുടെ കച്ചവടത്തെ മാത്രം ആശ്രയിച്ചിരുന്ന നിരവധി കടകളും വേനൽ കടുത്തതോടെ പ്രതിസന്ധിയിലായി. വെള്ളച്ചാട്ടം എന്ന് പറയുന്നതാണ് ഇപ്പം കച്ചവടം പൊതുവെ കുറവുള്ളത്. പിന്നെ ഈ ടൂറിസ്റ്റുകളും ഒക്കെ ഈ വെള്ളച്ചാട്ടം ഇല്ലാത്തതുകൊണ്ട് വണ്ടി നിർത്താതെ ഒക്കെ വരുന്നതിൻ്റെ പേരിലുള്ള കച്ചവടം കുറവാണ്. കച്ചവടം വളരെ കുറവാണ്. വെള്ളമില്ലാത്തതുകൊണ്ട് ആൾക്കാർ കൂടുതലായിട്ട് തങ്ങുന്നില്ല. അതുകൊണ്ട് കച്ചവടം എല്ലാം കുറവാണ്. കച്ചവടം ഇല്ലാത്ത സമയമാണ്. ഇനി സ്കൂളൊക്കെ അടച്ചിടും കുറച്ച് മാറ്റം വന്നേക്കും. സഞ്ചാരികൾ കൂടുതലായിട്ട് ഇറങ്ങാം. ഇപ്പം യാത്രക്കാർ വളരെ കുറവാണ്. എല്ലാ വർഷവും മാർച്ച് പകുതിയോടെയാണ് വെള്ളച്ചാട്ടങ്ങൾ വറ്റാറുള്ളതെന്നും ഇത്തവണ ഫെബ്രുവരി മാസം ആദ്യം മുതൽ തന്നെ വേനൽ കടുത്തുവെന്നും പ്രദേശവാസികൾ പറയുന്നു. വളഞ്ഞെങ്ങാനത്തിന് പുറമെ മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ള പെരിയ കനാൽ വെള്ളച്ചാട്ടവും വറ്റിവരേണ്ട നിലയിലാണ്. ഇവിടെയും സജീവമായിരുന്ന കടകളെല്ലാം നിലവിൽ അടഞ്ഞുകിടക്കുകയാണ്. വെള്ളച്ചാട്ടങ്ങൾ വറ്റിവരേണ്ടതോടെ വിനോദസഞ്ചാരികൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തിയിരുന്നവരും കടുത്ത നിരാശയിലാണ്. വളഞ്ഞെങ്ങാനത്തു നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.